വഴി പിഴച്ചവളോടൊത്ത് അവർക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റില്ലെന്ന്. ഞാനിവിടെ ആരുമല്ല, എനിക്ക് ആരുമില്ല. അവളോട് പോയിന്ന് ചോദിച്ചു കേട്ടില്ലേ? പെങ്ങളുടെ കാര്യം വന്നപ്പോ ആഹാരവും വേണ്ട ഭാര്യയും വേണ്ട. കണ്ട കുത്താൻ വരുവാനോടി നീ? ആളില്ലാത്ത നേരം നോക്കി എത്ര പേരെ നീ വീട്ടിൽ വിളിച്ചു കേട്ടിട്ടുണ്ടടി? പറയടി. അതെ, എന്റെ ശീലമല്ല, ഈ പറയുന്നവരുടെ ശീലമായിരിക്കും. അങ്ങനെ അഴിഞ്ഞാടി നടന്നിടത്തുനിന്നാണല്ലോ ഗിരീട്ടിന്റെ അച്ഛൻ നിങ്ങളെ രക്ഷിച്ചോണ്ട് വന്നത്. എന്ത് പറഞ്ഞടി നീ? തൊട്ടു പോര് തന്നെ. ഇറങ്ങടി, ഇറങ്ങടി വെളിയില്. ഇനി നീ ഇവിടെ താമസിക്കണ്ട, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങും ഇവിടുന്ന്. വഴി വഴിച്ച് നടക്കുന്ന ഒരുത്തിയോടൊപ്പം താമസിക്കാൻ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എടുത്തോട് വേഗം ഇവിടുന്ന് ഇറങ്ങിക്കോ. വാ മോളെ. എടുത്തോട്ട് പോടി. അവളുടെ ഓരോ സാധനങ്ങള് ലോകം തണ്ടി വന്നിരിക്കുന്നു. കള്ളക്കാമുവന്മാരെ വീട്ടിൽ വിളിച്ചു കയറ്റിട്ട് മനുഷ്യന്റെ മാനം കെടുത്താൻ വന്നിരിക്കുന്ന ഒരു സാധനം. എന്താ മോളെ, എന്താ ഇതൊക്കെ? ഇവരെന്താ ഈ കാണിക്കുന്നേ? കുഞ്ഞെന്താ ഒന്നും മിണ്ടാത്തത്? എനിക്കൊന്നും അറിയില്ല മധു, എനിക്കൊന്നും അറിയില്ല. തുടങ്ങി. എന്താ ശാലു ഇത്? എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ പഴിച്ചവളാണോ ഗിരിയേട്ട? ഗിരിയേട്ട വഞ്ചിക്കുന്നവളാണോ? എന്താ ശാലു ഇങ്ങനെ? എന്നാരാ പറഞ്ഞത്? എന്നെ അവിടുന്ന് അവരെ ഇറക്കി വിട്ടു. വഴി പിഴച്ചവളോടൊത്ത് അവർക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റില്ലെന്ന്. ഞാൻ അഴിഞ്ഞാട്ടക്കാരിയാണെന്ന്. നീ എന്തൊക്കെയാ ശാലു പറയുന്നത്? ആര് പറഞ്ഞു? ഞാൻ മോനെയും കുട്ടി എന്റെ വീട്ടിൽ പോയി താമസിച്ചോട്ടെ ഗിരിയേട്ട. ഗിരിയേട്ടന്റെ വീട്ടില് എനിക്കിനി അതിന് കഴിയില്ല. ഞാനവിടെ ആരുമല്ല, എനിക്ക് ആരുമില്ല. അയ്യര് അയാള് വന്നിരുന്നു. അയാൾ എന്റെ ജാരനാണെന്ന് കെങ്ങേച്ചി കൂടി അങ്ങനെ പറഞ്ഞപ്പോ അയാൾ എന്തിനാ? എനിക്കറിയില്ല ഗിരീട്ട. അയാൾ എന്നോട് കുറെ പണം ചോദിച്ചു, ശ്യാമേട്ടിലെ കുഞ്ഞിനെ കാണിച്ചു തരാന്ന്. രേണുകയുടെ കൊലപാതകത്തിന് അയാൾ സാക്ഷിയാണെന്ന്. ഗിരിയേട്ട് ഇനി മാറ്റി പറഞ്ഞാലും അപ്പീലിന് പോയാലും അയാള് വരുമെന്ന്. കെങ്ങേച്ചി എന്നെ തല്ലി. വീടിന്റെ മറ്റേ ആധാരം നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് കഞ്ചനാമയുമായി നമ്മുടെ റൂമിൽ കയറി പരിശോധിച്ചു. തടയാൻ ശ്രമിച്ച എന്നെ ഞാനിനി എന്ത് ചെയ്യണം ഗിരിയേട്ട? എന്താ ഗംഗേ,
ഏ? ഒന്നുമില്ല. പിന്നെ ഞാൻ കഴിക്കെടുക്കട്ടെ. എന്താടോ? അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല. വേഗം വന്നോളൂ. മതി. താൻ കഴിക്കുന്നില്ലേ? താനത്ത് അവിടെ പോയിരിക്കുന്നത്? അവളിവിടെ ശാലു, അവൾ വല്ലതും കഴിച്ചോ? ശാലു, ആ മധു, ശാലു ഉറങ്ങി നോക്കിയേ. അവൾ വല്ലതും കഴിച്ചോ? അവളെ വിളിക്കേ. ശാലിനി കുഞ്ഞ് ഇവിടെ ഇല്ല സാറേ. ഇവിടെ ഇല്ലേ? ഗംഗേ, ശാലു ഇവിടെ പോയി. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവളോട് പോയിന്ന് ചോദിച്ചു കേട്ടില്ലേ? അവൾ ഇവിടെ ഇല്ല. അതാ ഞാൻ ചോദിച്ചത്, അവളോട് പോയിന്ന്. ശ്യാമേ, ഞാൻ ഇവിടുത്തെ ആരാ? അല്ല, എന്താ എനിക്കുള്ള സ്ഥാനം? ഒന്നുമില്ലെങ്കിൽ എന്റെ പ്രായെങ്കിലും കണക്കിലെടുക്കണ്ടേ? എന്തെങ്കിലും തെറ്റ് കണ്ട ഞാനതങ്ങ് ഉറക്കെ വിളിച്ചു പറയും. അത്രയൊക്കെ തെറ്റ് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ. അതിനെ അവളിത്ര കൊമ്പ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറ. അങ്ങനെ പറയാൻ തക്കതായിട്ട് ഒന്നും ഉണ്ടായിട്ടല്ല മോനെ. ഒരു വീട്ടിൽ താമസിക്കുന്ന പെണ്ണുങ്ങളല്ലേ, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു പോയെന്നിരിക്കും. കുറച്ചടക്കോ ഒതുക്കോ ഒക്കെ വേണമെന്ന് ഞാനൊന്ന് പറഞ്ഞു പോയി. അപ്പൊ അവൾ എന്നോട് ചോദിക്കുക, കണ്ടിടത്തൊക്കെ അഴിഞ്ഞാടി നടന്നതുകൊണ്ടല്ലേ അപ്പോട്ടിന് എന്നെ കല്യാണം കഴിച്ചതെന്ന്. ആ ചോദ്യം കേട്ടപ്പോ എന്റെ ഹൃദയം പൊട്ടിപ്പോയി മോനെ. കയ്യോടെ ഗംഗമ്മോൾ അതിന് മറുപടിയും കൊടുത്തു. അത്രേ ഉണ്ടായുള്ളൂ. എന്റെ അപ്പേട്ടനെ പറ്റി പറയാൻ ഇനി ഒരാക്ഷേപവും ബാക്കിയില്ല. പാവം, ചത്ത് തലക്കുമേലെ നിൽക്കുന്ന ആൾ എന്ത് പഴച്ചിട്ടാ. എന്നിട്ട് എന്തുണ്ടാവാൻ? പെട്ടിയും പ്രമാണം എടുത്തോണ്ട് ഒരൊറ്റ പോക്കങ്ങ് പോയി. എങ്ങോട്ട്? എങ്ങോട്ടാണോ ചോദിച്ചത്? ഞങ്ങൾക്കറിയില്ല മോനെ, പോകരുതെന്ന് പറഞ്ഞതാ. അവള് കേട്ടില്ല. അവൾ എങ്ങോട്ടാ പോയത്? എനിക്കറിയില്ല ശ്യാമേട്ടാ, ഞാൻ ചോദിച്ചിട്ടവളൊന്നും പറഞ്ഞില്ല. മധു, ശാലു എവിടേക്കാ പോയത്? സാറിന്റെ വീട്ടിലേക്ക് തന്നെയാ പോയത്. കഴിച്ചിട്ട് പോ ശ്യാമേട്ടാ. ശ്യാമേട്ടാ, അല്ലേ, ഇതായിപ്പോ നന്നായത്. പോയ പോക്ക് കണ്ടില്ലേ? പെങ്ങടെ കാര്യം വന്നപ്പോ ആഹാരവും വേണ്ട, ഭാര്യയും വേണ്ട. നിന്നോട് അവന് പുച്ഛാ മോളെ. നിന്റെ പണത്തിൽ മാത്രം അവന് കണ്ണ്. ഇവനെ വിശ്വസിക്കരുത് മോളെ. ദേ, ഉടപ്പറന്നവനും പെങ്ങളും ചേർന്നുള്ള കളികളാ മോളെ ഇത്. ആ, കേട്ടാ? ശ്യാമേട്ടാ, മോളെ, അവൻ പോന്നത് പോട്ടെ മോളെ. മോള് വിഷമിക്കണ്ട. മോക്ക് അമ്മയില്ലേ? ശ്യാമേട്ടാ, നീ വിഷമിക്കണ്ട.
നീ എന്തിനാ അവിടുന്ന് ഇറങ്ങിപ്പോന്നത്? ശാലു, ശാലു, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? എന്താ കാര്യമെന്ന്? ഇനിയും ആ വീട്ടിൽ കടിച്ചു തൂങ്ങിക്കിടക്കാൻ എനിക്കാവില്ല. അതുകൊണ്ടാ. ഗിരി ഇല്ലാത്ത സ്ഥിതിക്ക് ജസ്റ്റ് നിനക്ക് എന്നോടെങ്കിലും ഒന്ന് ചോദിക്കാമായിരുന്നു. ഞാൻ ഗിരിയേട്ടനോട് ചോദിച്ചിട്ട് ഇറങ്ങിയത്. അപ്പൊ നീ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണല്ലേ? ശ്യാമേട്ടൻ ഇനി എന്തൊക്കെ വ്യാഖ്യാനിച്ചാലും ശരി, എന്റെ തീരുമാനങ്ങൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. ഓഹോ, അപ്പൊ നിനക്ക് സ്വന്തം നിലയിൽ ജീവിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തിയായല്ലോ. അത് മതി എന്ന് ശ്യാമേട്ടന് തോന്നുന്നുണ്ടോ? ജീവിച്ചു തുടങ്ങും മുമ്പേ കൊലക്കാരൻ കാത്തുകിടക്കുന്ന സ്വന്തം ഭർത്താവിനെ ജയിലിൽ പോയി കാണേണ്ടി വന്ന അവലക്ഷണം കെട്ട പെണ്ണാ ഞാൻ. ആ എന്നെയാണോ ശ്യാമേട്ടൻ പ്രാപ്തിയായവളെന്ന് വിശേഷിപ്പിക്കുന്നത്? ശാലു, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നിനക്കിത് എന്താ പറ്റിയത്? നമ്മുടെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിപ്പോയി ശ്യാമേട്ട. ഞാൻ കാരണം ശ്യാമേട്ടന് സ്വസ്ഥമായിട്ട് ജീവിക്കാനാവുന്നില്ലല്ലോ. ശാലു, നീ വിചാരിക്കുന്ന പോലൊന്നുമില്ല. എനിക്കൊരു സ്വസ്ഥതക്കേടുമില്ല. നീ ഇപ്പൊ ഞാൻ പറയുന്ന അനുസരിക്കണം. വേണ്ട, ശ്യാമേട്ടൻ ഇനി ഒന്നും പറയണ്ട. എത്രയും വേഗം തിരിച്ചു പോണം. അവിടെ എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവും. ഇല്ല, നീ എന്റെ കൂടെ വന്നേ പറ്റൂ. ഏട്ടൻ എന്നെ നിർബന്ധിക്കരുത്. ഇതിന് മാത്രം അവിടെ എന്തോ ഉണ്ടായത്? നീ ഗംഗയായിട്ട് വഴക്കുണ്ടാക്കിയോ? ഗംഗേച്ചി ഒന്നും പറഞ്ഞില്ല. ഞാൻ അവളോടൊന്നും ചോദിച്ചില്ല. കഞ്ചനമ്മയല്ലേ ഇപ്പൊ അവിടുത്തെ ആള്. ഗംഗേച്ചി എന്തു പറയണെന്ന് പോലും അത് ആ സ്ത്രീ തീരുമാനിക്കുന്ന പോലെയാ. പക്ഷെ ഗംഗേച്ചിയുടെ മനമാറ്റം എനിക്ക് മനസ്സിലാവാത്തത്. നീ എന്നിട്ടും കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. ഏട്ടനിപ്പൊ തിരിച്ചു പോണം. ഗംഗേച്ചി സ്നേഹത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. എന്നെ കരുതി എന്റെ ഏട്ടന്റെ ജീവിതം കൂടി ഒരിക്കലും നശിക്കാൻ പാടില്ല. ശാലു, ശാലു ഇവിടെ നിൽക്കാൻ. ഇതുവരെ ഉറങ്ങിയില്ലേടാ? ഉറങ്ങിക്കോട്ടോ. ശാലു, ഇനിയെങ്കിലും എന്നോട് നീ സത്യം തുറന്നു പറ. ഇന്നവിടെ എന്താ സംഭവിച്ചത്? ശാലു, നിന്നോടാ ചോദിച്ചത്. കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ പിന്നെ നീ എന്തിനാ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്? എനിക്ക് കാര്യം അറിയണം. ഏട്ടൻ വിഷമിക്കരുത്. ശാലു, നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ഇന്ന് എന്നെ കാണാൻ ആ അയ്യര് വന്നിരുന്നു.